നടി മീര ജാസ്മിന്റെ പിതാവ് ജോസഫ് ഫിലിപ്പിന്റെ സംസ്കാരം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് പത്തനംതിട്ട ഇലന്തൂർ മർത്തോമ വലിയ പള്ളിയിൽ നടക്കും. ഇക്കഴിഞ്ഞ 4-ാം തീയതിയാണ് കൊച്ചിയിലെ വീട്ടിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുന്നത്. പിന്നീട് കൊച്ചിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് പത്തനംതിട്ടയിൽ എത്തിച്ചത്. കോഴഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ഇപ്പോൾ ഇലന്തൂരുള്ള ബന്ധുവീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. വൈകുന്നേരം 3 മണിവരെ ഇലന്തൂറുള്ള ഈ ബന്ധുവീട്ടിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം 4 മണിയോടുകൂടിയാണ് ഇലന്തൂർ മർത്തോമ വലിയ പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇപ്പോൾ അനവധി ആളുകളാണ് ഇവിടേക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ജീവിതം? എന്താണ് മരണം? ജീവിതം എന്ന വാക്കിനെ ഏറ്റവും അധികം വിശകലനം ചെയ്ത മനുഷ്യൻ ഷേക്സ്പിയറാണ്. അദ്ദേഹം ജീവിതം എന്ന വാക്കിനെ ഇത്രമാത്രം അഗാധത്തിൽ പഠിച്ച അഭിപ്രായം പറഞ്ഞൊരു മനുഷ്യനുണ്ട്. അദ്ദേഹം പോലും അവസാനം പറഞ്ഞൊരു വാചകം ലൈഫ് ഈസ് എ ട്രെയിൻ തോന്നുകയാണ് ഇഡിയറ്റ് എന്നാണ്. ജീവിതത്തിന്റെ അർത്ഥം എന്താണ് ജീവിതം എന്ന് ചോദിച്ചാൽ വ്യത്യസ്ത അഭിപ്രായമുള്ളവരാണ് നാം. വ്യത്യസ്ത അഭിരുചികളിലൂടെ, വ്യത്യസ്ത ചിന്തകളിലൂടെ വ്യത്യസ്ത അഭിപ്രായം രേഖപ്പെടുന്നവരാണ് നാം എല്ലാം. ജനിച്ചാൽ നമ്മളെല്ലാവരും മരിക്കും. ലോകത്തിലെ സകല ജീവജാലങ്ങളും ജനിച്ചിട്ടുണ്ടെങ്കിൽ മരണം ഉറപ്പാണ്. ഇപ്പൊ അപ്പച്ചനെ സംബന്ധിച്ചോളം അടുത്ത വർഷം ഇതേ സമയത്ത് മക്കള് വേണമെങ്കിൽ ഫേസ്ബുക്കിലും ഒക്കെ ഒരു പരസ്യം കൊടുക്കും, ഫസ്റ്റ് ഡെത്ത് ആനിവേഴ്സറി മനോഹര തീരത്ത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മോടൊപ്പം ജനിക്കുന്ന മറ്റൊരു വലിയ പ്രതിഭാസമാണ് മരണം. മരണത്തിന് നമുക്ക് വർഷങ്ങളില്ല, ആനിവേഴ്സറി ഇല്ല. നമ്മോടൊപ്പം ജനിച്ചു കഴിഞ്ഞാൽ മരണം അനന്തമാണ്. ഒരു മാത്തമാറ്റീഷ്യനും അത് എണ്ണാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഈ ലോക ജീവിതം എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. 80 വയസ്സ്, 82 വയസ്സ് നമ്മൾ സാധാരണ ലൈഫിൽ പറയാറുണ്ട്. ഏറെയായാലത് സംവത്സരം 70 വർഷമായിരുന്നു. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും സങ്കീർത്തനം പറയുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മൾ ഒരിക്കലും മരിക്കുമെന്ന് നമ്മൾ ആരും കരുതത്തില്ല. നമ്മൾ ഇപ്പോഴും മരണം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു വലിയ വിദ്യാധാരണകളുണ്ടാകും. ഞാൻ മരിക്കത്തില്ല, മറ്റുള്ളവർ മരിക്കും. പക്ഷെ എപ്പോഴാണ് നമ്മൾ മരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ടാണ് ബൈബിൾ വാചകം പറഞ്ഞത്, നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ?